നമസ്കാരം എല്ലാ മാന്യപ്രേക്ഷകർക്കും ഗ്രാമീയ ഉച്ചവാർത്തകളിലേക്ക് സ്വാഗതം. മണലൂർ സൗത്ത് മണലൂർ പാടശേഖരത്തിലെ പെരുമ്പുഴ തെക്കുവശത്തുള്ള പുഞ്ചഭാഗത്ത് 10 ഏക്കറോളം പാടത്ത് വെള്ളമുയർന്ന് വലിയ കൃഷിനാശം. കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത കനത്ത മഴയിലാണ് നിരവധി കർഷകരുടെ നെൽകൃഷി വെള്ളത്തിലായത്. ആനക്കാട് തുടങ്ങിയ കരപ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളം ഒഴുകിയെത്തിയാണ് കൃഷിനാശമുണ്ടായിരിക്കുന്നത്. വെള്ളം ഒഴുകി പോകാനുള്ള സംവിധാനമില്ലാത്തതാണ് നിരന്തരമായി ഉണ്ടാകുന്ന വെള്ളക്കെട്ടിന് കാരണമെന്ന് കർഷകർ പറഞ്ഞു. 2-3 പ്രാവശ്യമായി ഞങ്ങൾ വിത്ത് നനച്ചിട്ടും അവിടെ നിന്ന് വരുന്ന ഈ വെള്ളം കാരണം കൊണ്ട് വിത്തുകളൊക്കെ നശിച്ചു പോയി. ഇവിടത്തെ ഈ വെള്ളം അടിയന്തരമായിട്ട് നീക്കിയില്ലെങ്കിൽ ഈ ഭാഗത്ത് കൃഷി പണിതിട്ടുള്ള എല്ലാ കർഷകരുടെ കാര്യം കഷ്ടത്തിലാണത്. കഴിഞ്ഞ പ്രാവശ്യം ഒന്നും ഉണ്ടായിരുന്നില്ല. ഇത് ഞങ്ങൾ ഇത്രയും കാശ് ചെലവാക്കി നട്ട കൃഷിയാണ് അത്. അതുകൊണ്ടാണ് ഞങ്ങൾ പല പ്രാവശ്യമായി പറയണത്, മെമ്പറോട് പറയണ്ടായി, പഞ്ചായത്ത് പ്രസിഡന്റിനോട് ഒക്കെ പറഞ്ഞു. എന്നിട്ടും ആരും ചെവി കേൾക്കണില്ല എന്ന് പറഞ്ഞാൽ ഇതിന് ഒരു കാര്യം ചെയ്തു തരുന്നില്ല. ബ്ലോക്ക് അടിസ്ഥാനത്തിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. ആരും ഒന്നുമില്ല, കൃഷിഭവനിലൊന്നും ആരും വന്നു നോക്കണ പോലും ഇല്ല. ഇത് വടക്കുന്ന് വരുന്ന വെള്ളം ഇത് എപ്പോഴും തടഞ്ഞു നിർത്തിയാലേ ഇവിടെ നിന്ന് അങ്ങോട്ട് വെള്ളം പോവുള്ളൂ. അതിന് വേണ്ട സംവിധാനം ചെയ്തു തരാനും പാലത്തിൻ്റെ അടിയിൽ ഒരു ഷട്ടർ പോലെ തുറക്കാനും അടയ്ക്കാവുന്നതും ചെയ്യുന്ന ഒരു സംവിധാനം ചെയ്തു തരണം. ഇനി ഇവിടെ പണിയാൻ ഇനി പറ്റണമെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ ഒരു മോട്ടർ കിട്ടണം. അല്ലാണ്ട് ഇനി ഞങ്ങൾ കൃഷി പണിയില്ല. എല്ലാ പ്രാവശ്യവും ഇങ്ങനെയായാൽ ഇനി ശരിയാകും. ഇതുമൂലം പതിവായി ഇവിടെ കൃഷിനാശമുണ്ടാകാറുണ്ട്. ഹൈ ലെവൽ കനാൽ വന്നതിന് ശേഷമാണ് പ്രശ്നം രൂക്ഷമായതെന്നും കർഷകർ പറയുന്നു. വെള്ളം നിയന്ത്രിക്കാനുള്ള സംവിധാനങ്ങൾ അധികൃതർ ഒരുക്കിത്തരാത്തതാണ് പതിവായി ഉണ്ടാകുന്ന കൃഷിനാശത്തിന് ഇടയാക്കുന്നതെന്നും കർഷകർ ആരോപിച്ചു. ഈ ഹൈ ലെവൽ കനാൽ വന്നതിന് ശേഷമാണ് ഈ പ്രോബ്ലം വന്നത്. അതിന് മുമ്പ് ഒരു പ്രശ്നമില്ല. എല്ലാ കൊല്ലം ഞങ്ങൾ സുന്ദരമായിട്ട് കൃഷി ചെയ്യുന്നത്. ഇത് വന്നു അവിടെ ഇത് എന്തോ ഒരു കൽവർട്ട് കെട്ടിയിട്ടുണ്ട്, ഒന്നും വെച്ച് തന്നിട്ടുമില്ല. മോട്ടർ മറ്റോ ഒന്നും തന്നിട്ടുമില്ല. കഴിഞ്ഞ കൊല്ലം തന്നെ കൃഷി ഒന്നും കിട്ടിയില്ല. ഇക്കൊല്ലം നട്ടിട്ട് ഇപ്പോൾ 1.5 മാസമായി നട്ടിട്ട്. അത് മുഴുവൻ വെള്ളത്തിൽ നിൽക്കണം. ഒരാളെ ഹൈറ്റ് വെള്ളത്തിലാണ് നിൽക്കുന്നത്. ഇതിന് മുമ്പ് വിതച്ചു, അതും പോയി. ഞാറിട്ടു, അതും പോയി. അവിടെ നിന്നൊക്കെ കടം വാങ്ങിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് എന്ത് ചെയ്യാൻ നിവൃത്തിയൊന്നുമില്ല. വടക്കുന്ന് വരുന്ന വെള്ളം തടഞ്ഞില്ലെങ്കിൽ ഇത് അതുമാതിരി ഈ വെള്ളം 2 ദിവസത്തിനുള്ളിൽ വറ്റിച്ച് തന്നില്ലെങ്കിൽ ഇതൊന്നും ഉണ്ടാവില്ല. കൃഷി ഉദ്യോഗസ്ഥരോടും പഞ്ചായത്ത് അധികൃതരോടും നിരന്തരം പരാതി പറഞ്ഞിട്ടും യാതൊരു നടപടിയും എടുക്കുന്നില്ലെന്നും കർഷകർ പറഞ്ഞു. ഈ സ്ഥിതി തുടർന്നാൽ നെൽപ്പാടം കൃഷി ഉപേക്ഷിച്ച് നെൽപ്പാടം തരിച്ചിടാനാണ് കർഷകരുടെ തീരുമാനം. നാട്ടിക 9-ാം വാർഡ് LDF സ്ഥാനാർത്ഥി ശ്രീകുമാറിന്റെ പ്രചരണാർത്ഥം തൃപ്രയാറിൽ സാംസ്കാരിക സായാഹ്നം നടത്തി. സിനിമാ സംവിധായകൻ PT കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. നിരവധി കഥകൾ, എത്രയോ കഥകൾ ഉണ്ടായിരുന്നു. അതൊന്നും തന്നെ ആളുകൾ കാര്യമാക്കിയില്ല. അതൊക്കെ മാറ്റിയെടുത്തുകൊണ്ട് അവർ എന്നെ തിരഞ്ഞെടുക്കേണ്ടത്. പിന്നെ ആ മണ്ഡലം ഇടതുപക്ഷത്തിൻ്റെ മാത്രം മണ്ഡലമായി മാറുന്ന കാഴ്ചയാണ്. അപ്പോൾ ഇത് ഒരു ഇത്തരത്തിലുള്ള ആളുകൾ വരുമ്പോൾ ഭയാശങ്കകളോടുകൂടി പ്രചരണങ്ങൾ ആൾ വിശ്വസിക്കും. ഇയാൾ ഇവിടെ ഉണ്ടാവില്ല, ഇയാൾ അവിടെ പോകും, ഇയാൾ ചെയ്യും, ഒരുപാട് കഥകൾ. അപ്പോൾ അതൊന്നും ശ്രീകുമാറും, എൻ്റെ അഭിപ്രായത്തിൽ ശ്രീകുമാറിനെ പോലുള്ള ഒരു സാംസ്കാരിക പ്രവർത്തകൻ തീർച്ചയായിട്ടും കൂടുതൽ ശക്തനായ രാഷ്ട്രീയക്കാരനായിരിക്കും എന്ന കാര്യത്തിൽ ഒരു സംശയം ആർക്കും വേണ്ട. ഇവിടെയുള്ള ഏത് രാഷ്ട്രീയ പ്രവർത്തകനേക്കാൾ കൂടുതൽ ശക്തനായിട്ടുള്ള ഒരാളായിരിക്കും ശ്രീകുമാർ എന്ന കാര്യത്തിലൊരു സംശയം. നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റിയത് പ്രധാനമായിട്ടും നിരവധി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുണ്ട്, ഉപേക്ഷിക്കുന്നുണ്ട്. പക്ഷേ പ്രധാനമായിട്ടും ഈ കോസ്റ്റൽ ബെൽറ്റിലാണ് ഏറ്റവും വലിയ മാറ്റങ്ങൾക്ക് വിധേയമാണ്. കാരണം കേരളം കണ്ടതിൽ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാകുന്നത് 70കളോടുകൂടിയാണ്. ഇതിനോടുകൂടിയാണ് ഇവിടെ നിന്ന് ആളുകൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ലോഞ്ച് വഴി പോകുന്നത്. ഇവിടെ ലോഞ്ച് കൊണ്ടുപോയത് വേലായുധൻ എന്ന് പറയുന്ന ഒരാളാണ്. വേലായുധനെ കുറിച്ച് തിരക്കഥ എഴുതിയിട്ട് സിനിമയാക്കാൻ വേണ്ടി കാത്തിരിക്കുക. PS ഇക്ബാൽ അധ്യക്ഷനായി. അശോകൻ ചെരുവിൽ, C രാവുണ്ണി, N രാജൻ, T നരേന്ദ്രൻ, ഏങ്ങടിയൂർ ചന്ദ്രശേഖരൻ, VD പ്രേംപ്രസാദ്, അരവിന്ദൻ പണിക്കശ്ശേരി, KK തുളസി ടീച്ചർ, ഡോക്ടർ KR ഭീന, കല ടീച്ചർ, AK തിലകൻ എന്നിവർ സംസാരിച്ചു. ഏങ്ങടിയൂർ കാർത്തികേയന്റെ നേതൃത്വത്തിൽ VKS ഗായക സംഘം വിവിധ പരിപാടികളും അവതരിപ്പിച്ചു.
അഖില ഭാരത അയ്യപ്പ സേവാ സംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ വെള്ളി ശനി ദിവസങ്ങളിൽ വടനപ്പള്ളി ഭഗവതി ക്ഷേത്ര മൈതാനത്ത് ദേശവിളക്ക് സംഘടിപ്പിക്കും. 7 രാവിലെ 11 മുതൽ പ്രസാദവൂട്ട്, ചിന്തുപാട്ട് എന്നിവ നടക്കും. വൈകുന്നേരം 6 ഗണേശമംഗലം മഞ്ഞിപ്പറമ്പിൽ മേപ്രങ്ങാട്ട് ഭഗവതി ക്ഷേത്രത്തിൽ നിന്ന് പാലക്കൊമ്പ് എഴുന്നള്ളിപ്പ് പുറപ്പെടും. ശാസ്താംപാട്ട്, ഭജന എന്നിവയുണ്ടാകും. ദേശവിളക്ക് മഹോത്സവത്തിന്റെ കലവറ നിറയ്ക്കൽ ചടങ്ങ് നടത്തി. അന്നദാന പ്രഭുവായ അയ്യപ്പസ്വാമിയുടെ പ്രധാന വഴിപാടായ അന്നദാനത്തിലേക്ക് വേണ്ട സാധന സാമഗ്രികൾ ഭക്തർ സമർപ്പിച്ചു. ആഘോഷ കമ്മിറ്റി ഭാരവാഹികളായ IS ശിവജി, പ്രകാശ് കടവിൽ, K രാഹുൽ, ദിലീപ് കുമാർ, നാരായണ ബാബു, സുനിൽ വാടാനപ്പള്ളി, വിലാസിനി ശേഖരൻ, CD ബാലാജി, TD പവിത്രൻ എന്നിവർ പങ്കെടുത്തു. മണലൂർ ബ്രഹ്മകുളത്ത് തെക്കത്ത് കുടുംബ സംഘടനയുടെ വാർഷികത്തിനോടനുബന്ധിച്ച് നിർധനരായ ഡയാലിസിസ് രോഗികളെ സഹായിക്കുന്നതിന് ചാരിറ്റി ഫണ്ട് സ്വരൂപിച്ചു. തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ ഫാദർ റെന്നി മുണ്ടൻ കുര്യന് തുക കൈമാറി. ചടങ്ങിൽ ചാരിറ്റി ഫണ്ട് കൺവീനർ BJ ജോഷി, സംഘടനാ പ്രസിഡന്റ് BF ജോയ്, കമ്മിറ്റി അംഗങ്ങളായ BM ആന്റോ, BM ജോൺ, BV ഇഗ്നേഷ്യസ്, ജോജു വർക്കി എന്നിവർ പങ്കെടുത്തു. 3 മാസമായി വേതനവും ഇൻസെന്റീവും കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് ആശാ വർക്കർമാരുടെ സ്വതന്ത്ര കൂട്ടായ്മ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. സുരാജ് റൗണ്ടിൽ നിന്നും ആരംഭിച്ച മാർച്ചിൽ നിരവധി ആശാ വർക്കർമാർ പങ്കെടുത്തു. തുടർന്ന് DMO ഓഫീസിന് മുമ്പിൽ നടന്ന ധർണയിൽ ആശാ വർക്കർമാരായ KL സുഭില, സിന്ധു, രാധിക തുടങ്ങിയവർ സംസാരിച്ചു. ധർണയെ തുടർന്ന് ആശാ വർക്കർമാർ ജില്ലാ മെഡിക്കൽ ഓഫീസർക്ക് സങ്കട ഹർജി സമർപ്പിച്ചു. ഇതോടുകൂടി ഗ്രാമീണ ഉച്ചവാർത്തകൾ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.